വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ ഉള്ള ചില വാക്യങ്ങൾ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാകുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് സ്വീകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായവനെ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിന്റെ ദൃഷ്ടിയിൽ പ്രസാദം തോന്നിയത്. എന്റെ പിതാവെ സകലതും തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരും എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവേൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യോഹന്നാൻ സ്നാപകന്റെ ജനന നാള് നമ്മൾ ആഘോഷിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പ്രസ്താവിച്ച ചില കാര്യങ്ങളിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ നമ്മൾ കേട്ടു. ആ പശ്ചാത്തലത്തിൽ കർത്താവ് യോഹന്നാൻ സ്നാപകനും കർത്താവും ലോകത്തിൽ ജനിച്ചത് നമ്മുടെ ഭാരങ്ങൾ പങ്കിടുവാനും നമ്മുടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുവാനുമാണ്. അതുമാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ തിന്മ നമ്മളിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്നു. തിന്മയെ തള്ളി മാറ്റിയിട്ട് നന്മ ഏറ്റെടുക്കുവാൻ, നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളുമായി നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ വിജയം കൈവരിക്കുവാൻ ഇതാ യോഹന്നാൻ സ്നാപകനും കർത്താവും ജനിച്ചിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നമ്മൾ ഇതുവരെയായിട്ടും സ്വർഗരാജ്യം പിടിച്ചടക്കാത്തത് എന്താ? സ്വർഗരാജ്യത്തിൻ്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മുടേതാകാത്തത് എന്താണ്? നമ്മുടെ അധ്വാനങ്ങളും ഭാരങ്ങളുമായി നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ആത്മീയവും മാനസികവും ശാരീരികമായ അധ്വാനങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ബലഹീനതകളും എല്ലാം വന്നിരിക്കുന്നു. അവയെല്ലാം കർത്താവ് നമ്മളോടൊപ്പം താങ്ങുവാൻ പിതാവിനാൽ നൽകപ്പെട്ട ജീവിത പങ്കാളിയാണ് ഈ ഇമ്മാനുവേൽ എന്നുള്ള കാര്യം ഓർത്ത് നമുക്ക് ആശ്വസിക്കാം. ആ ഇമ്മാനുവേലിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ വന്നിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെയും കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ആ വേളയിലെ നോയമ്പിൻ്റെ 5-ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ്റെയും കർത്താവിൻ്റെയും ജനനം നമ്മുടെ ഭാരം കുറയ്ക്കുവാനും നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാനുമായിരുന്നു. നമ്മുടെ ഭാരം തന്നെ ഇതുവരെയും കുറയാത്തത്, സന്തോഷം തന്നെ വർദ്ധിക്കാത്തത്. നമുക്ക് കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയുമുള്ള മുഖമേക്കുവാൻ, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവെന്ന് പറഞ്ഞ വചനപ്രകാരം എല്ലാം കർത്താവിനോടൊത്ത് പങ്കിടുമ്പോൾ അതെല്ലാം മൃദുവും ലഘുവുമായി രസകരമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ജനനവും യേശുവിൻ്റെ ജനനവും ഇതുവരെയുള്ളതായ കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ളതായ നമ്മളോടൊപ്പമുള്ളതായ വാസവും നമ്മുടെ എല്ലാ ഭാരങ്ങളും പങ്കിട്ട് നമുക്ക് ആശ്വാസം തരുവാൻ ഉതകട്ടെ. വന്നിരിക്കുന്നവരുടെ എല്ലാ ഭാരങ്ങളും, നിങ്ങൾ എഴുതി തന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് നമ്മുടെ കഴുത്തിൻ്റെ അളവെടുത്ത് ആ കഴുത്തെ വെക്കാൻ പറ്റിയ ഒരു മുഖം ഉണ്ടാക്കി അങ്ങോട്ട് വെച്ച് തരും. ആ മുഖത്തിൻ്റെ ഒരറ്റത്ത് നമ്മളും ഒരറ്റത്ത് കർത്താവുമായിരിക്കും. രണ്ടുപേരും കൂടി ആയിരിക്കും പോകുന്നത്. രണ്ടുപേരും കൂടെ പോകാമെങ്കിൽ പിന്നെ എല്ലാം സുഖകരമായിരിക്കും, രസകരമായിരിക്കും. ഇതുവരെയായിട്ട് നമ്മളുടെ ആത്മീയവും മാനസികവും ശാരീരികമായ ഭാരങ്ങൾ അസഹനീയമായി തോന്നുന്നെങ്കിൽ മുഖം ഇതുവരെയും വെച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പിശാചിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മുഖം കയറിയെടുത്ത് കാണും. അതുകൊണ്ട് നമ്മൾ പിശാച് വെച്ചിരിക്കുന്ന മുഖം വലിച്ചെറിയാനും നമ്മൾ കയറിയെടുത്ത മുഖം മാറ്റിയിടുവാനും കർത്താവ് ഉണ്ടാക്കി നമ്മുടെ കഴുത്തേ വെക്കുന്ന നല്ല മൃദുവായ രസകരമായ ആ മുഖം ഏറ്റെടുക്കുവാനും ഈ നോമ്പിൻ്റെ 5-ാം ദിവസത്തെ ഈ ധ്യാനം ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ തന്നിഷ്ടങ്ങളോടും അഹങ്കാരങ്ങളോടും അത്യാഗ്രഹങ്ങളോടും എല്ലാം യാത്ര പറയാൻ ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഉണ്ടാക്കിയിട്ടാണ് കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവർ. കർത്താവിൻ്റെ ജന്മപെരുന്നാളിനായി നമ്മൾ ഒരുങ്ങുന്നു. അനുഗ്രഹകരമായ നോയമ്പിൻ്റെ 5-ാം ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നാളെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ ഓർക്കുന്നു. ആ ദിവസം പ്രവാസത്തിൽ വായിക്കേണ്ട വേദഭാഗം നമ്മളിന്ന് വായിച്ചു. യോഹന്നാനെ കുറിച്ച് കർത്താവ് നടത്തിയ ചില പരാമർശങ്ങൾ. യോഹന്നാൻ സ്ത്രീകൾ ജനിച്ചുള്ളിലേക്ക് മഹാനാണെങ്കിലും പ്രവാചകത്തിൽ തനിക്ക് പ്രവേശനമില്ല. താൻ ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തെ കണ്ണിയായി നിൽക്കുന്നതുകൊണ്ട് ന്യായപ്രമാണ യുഗത്തിലുള്ളവർ മണവാട്ടി സ്ഥാനത്തേക്ക് വരാതെ അവർ മണവാട്ടിയെ ഒരുക്കുന്ന വേലയിൽ സന്തുഷ്ടരായി കല്യാണം നടക്കുന്നത് കാണാൻ മാത്രം അവർക്ക് സാധിക്കുന്നു. ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആ വനിത ഒരു മണവാട്ടിയെ ഒരുക്കി വിട്ട് ആ വിവാഹ മണ്ഡപത്തിലെത്തുമ്പോൾ മണവാട്ടിക്ക് മണവറയിൽ പ്രവേശിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ബ്യൂട്ടി പാർലർ നടത്തുന്ന വനിത ഞാനാണ് ഒരുക്കി വിട്ട് ഞാനിവിടെ കയറണമെന്ന് പറഞ്ഞാൽ നീ വെളിയിൽ നിന്നു, നിനക്ക് തരാനുള്ള പൈസക്ക് തന്നു, ഇത് മണവാട്ടിക്ക് മാത്രമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ തിരിച്ചു വിടും. അതറിയാവുന്ന ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളങ്ങോട്ട് പോകാറുമില്ല, അവകാശം പറയാറുമില്ല. അവരവിടുത്തെ ആഹാരം കഴിച്ച് സ്ഥലം വിടും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കല്യാണത്തിന് മണവാട്ടിയാകുന്നവരുണ്ട്, തോഴികളാകുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ അറിയാം അവരുടെ സ്ഥാനം എന്നാണെന്നത്. അവർ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് അവർ പോകും. മണവാളനും മണവാട്ടിയും മാത്രം മണവറയിൽ പ്രവേശിക്കുന്നു. സ്വർഗീയ മണവാളനായ യേശുവിനോടൊപ്പം മണവറയിൽ പ്രവേശിക്കാനുള്ള വിളി നമുക്കുണ്ട്. പക്ഷെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇതിലേറ്റവും അധികം അസൂയുള്ള പിശാച് ഈ കല്യാണം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള സകല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ അറിഞ്ഞോ അറിയാതെ കൂട്ടു നിൽക്കുന്നുമുണ്ട്. കർത്താവിൻ്റെ കല്യാണ ഉറപ്പ് നമ്മുടെ മാമസാളിലെല്ലാം നടന്നിട്ടുണ്ട്. കർത്താവ് ഇതാ വരുന്നെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഇതുവരെയും വരാത്തത് മണവാട്ടി സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട എല്ലാവരും വന്നു ചേരാത്തതുകൊണ്ടും ഒരുങ്ങാത്തതുകൊണ്ടും വളരാത്തതുകൊണ്ടുമാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പം നമ്മളാണ് കർത്താവിൻ്റെ കല്യാണം മുടക്കിയത്, കല്യാണം താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ബലാത്കാരികൾക്ക് മാത്രമേ ദൈവരാജ്യത്തിന് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും ഏറ്റുവാങ്ങി മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായി ഈ കർത്താവിനോട് ചേരുന്ന മണവാട്ടിയാകാനുള്ള യോഗ്യത പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ബലാത്കാരികൾക്കാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ കേട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 11 മുതൽ നമ്മൾ വായിച്ചു കേട്ട കാര്യങ്ങൾ അതാണ്. 13-ാം വാക്യത്തിൽ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്കിത് സ്വീകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 12-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അതിനെ പിടിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ ബലവാന്മാരുടെ കൂട്ടത്തിലായിട്ടുണ്ടോ? ആ ബലം നമുക്ക് എങ്ങനെ കിട്ടും? യഹോവയെ കാത്തിരിക്കുന്നവർക്കാണ് ബലം കിട്ടുന്നതെന്നുള്ള കാര്യം യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ കാത്തിരുന്ന് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ബലമുള്ള നമ്മുടെ ആത്മാക്കൾക്കാണ് ഈ ദൈവരാജ്യം പിടിച്ചെടുക്കാനുള്ള കഴിവ് ലഭിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മളെ അന്യമാക്കുവാൻ അത് ഉയർന്ന ഒരു അനുഭവമാണ്. ആ ഉയർന്ന അനുഭവത്തിലേക്ക് ഉയർന്നു പോകുവാൻ നമ്മളെ ഉയരാതിരിക്കുവാൻ താഴ്ത്തിക്കെട്ടുവാൻ പിശാചിന് പല വിദ്യകളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്ന ബലമുള്ളവരാകണമെങ്കിൽ ആ ബലം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ആദ്യം അതിന് തയ്യാറാകണം. നമ്മുടെ പ്രാണനാണ്, നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിന് വേണ്ടി ജനിക്കുകയും വളരുകയും യേശുവിനെ വളർത്തുകയും ഒക്കെ ചെയ്ത് യേശുവിനെ സ്വർഗാരോഹണം ചെയ്യുകയാണെങ്കിൽ, സ്വർഗാരോഹണം ചെയ്ത് അവൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ പുത്രൻ്റെ മാറിൽ നമ്മുടെ പ്രാണൻ എത്തിച്ചേർന്നാൽ ആ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് യേശുവിൻ്റെ മാറിലെത്തുന്ന പ്രാണൻ്റെ ഉള്ളിൽ മാത്രമേ ബലം സൂക്ഷിച്ചു വെക്കുകയുള്ളൂ. അപ്പം ബലം സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ബലവാന്റെ ഉള്ളിൽ നമ്മൾ എത്തണം. ബലവാന്റെ ഉള്ളിൽ എത്തുന്ന നമ്മുടെ പ്രാണന് മാത്രമേ ബലം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പം നമ്മുടെ പ്രാണൻ അങ്ങനെ എല്ലാ ദിവസവും കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവിനെ അകത്ത് എന്ന് കയറണം. അപ്പോൾ കാത്തിരിക്കുമ്പോൾ നമ്മളെ പറക്കാതിരിക്കാൻ പറ്റിയ വിധത്തിൽ പല വിധത്തിൽ പിശാച് ബന്ധിക്കും. ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കഴുകൻ്റെ ചരിത്രമാണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത്. ആദ്യമായി കഴുകൻ പറക്കുന്നതിന് മുമ്പ് കഴുകൻ്റെ കൂട്ടിലുള്ളതായ മുള്ളുകൾ അത് കാണുന്നില്ല. മുട്ടയായിരിക്കുമ്പോഴോ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴോ ഒന്നും ആ മുള്ളുകൾ കാണുന്നില്ല. മുള്ളുകളെല്ലാം മറച്ചു വെച്ചിരിക്കും. പറക്ക പഠിക്കേണ്ട സമയമാകുമ്പോൾ തള്ള തന്നെ ഈ മെത്തയെല്ലാം കൊത്തിക്കളഞ്ഞ് മുള്ളും പുറത്തിരുത്തി മുള്ളിൻ്റെ കുത്തും തള്ളയുടെ കൊത്തും കൂടി ആയി കഴിയുമ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ കൂടിൻ്റെ വക്കത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തള്ളയുടെ ചിറകിൻ്റെ മേലെ ഇവരെ കയറ്റി പറക്ക പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ എന്ത് സംഭവിച്ചാലും ആരാധന മുടക്കാതെ, എന്ത് സംഭവിച്ചാലും കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുവാൻ തക്കവണ്ണം സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ചിറകുകളിൽ നമ്മുടെ പ്രാണൻ എന്നും എപ്പോഴും ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഉയർപ്പിൻ്റെ അനുഭവത്തിൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ്റെ ഉള്ളിൽ എത്തിച്ചേരും. അവിടെ നമ്മുടെ പ്രാണനെ ഒളിച്ചിരിക്കാനൊരു സ്ഥലം അവിടെയുണ്ട്. അവിടെ ചെന്നാലേ നമുക്ക് സ്വസ്ഥതയുണ്ടാകൂ, ബലം ഉണ്ടാകുള്ളൂ. ബലം പൂർണ്ണമായി കഴിയുമ്പോൾ ആ പ്രാണനെ നമ്മുടെ ശരീരത്തിലേക്ക് തിരികെ അയക്കും. ആ പ്രാണൻ നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോഴാണ് ആത്മനിറവ് ഉണ്ടാകുന്നത്. ആ ആത്മനിറവിലാണ് വേലകൾ തേച്ചതിന് ശേഷം യേശു വരുമ്പോൾ യേശുവിൻ്റെ അടുത്ത് പിന്നെയും പറന്നു പോകുമ്പോൾ. അങ്ങനെ രഹസ്യമായും പരസ്യമായും പറക്കാൻ പഠിക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും രഹസ്യമായി രാത്രി പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് പറക്കാൻ കഴിയുന്നവർക്ക് പരസ്യമായി ആത്മാവിൻ്റെ ശക്തി ആർജിച്ച് വേല ചെയ്തിട്ട് യേശുവിൻ്റെ വരവെങ്കിൽ വലിയ ശക്തിയോടെ അവൻ്റെ കല്യാണ മണ്ഡപത്തിലേക്ക് പറന്നു പോകാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ബലാത്കാരം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അപ്പോൾ ഈ ശക്തി പ്രാപിക്കാൻ വേണ്ടി രഹസ്യമായി ആരും കാണാതെ മറഞ്ഞ് കാത്തിരിക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ നീതിയുടെ അനുഭവം ആർജിച്ചെടുക്കാൻ വേണ്ടി അവിടെ എന്താ ബലാത്കാരം ചെയ്യേണ്ടത്? പിതാവിൻ്റെ കൂടെ ഒളിച്ചിരിക്കേണ്ട സമയം വല്ലയിടത്തൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ള നമ്മുടെ തോന്നലിനെ അടിച്ചമർത്തിയിട്ട് എനിക്ക് ആരെയും ഇപ്പോൾ കാണണ്ട, എനിക്കെങ്ങും പോകാനുമില്ല, എനിക്ക് എൻ്റെ സ്വർഗ്ഗത്തിൽ അപ്പത്തിനോട് ഇരിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മാറിയിരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിന് നീതി പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഉൾക്കാഴ്ച നമുക്കുണ്ടോ? ഇപ്പോൾ പിതാവിൻ്റെ കൂടെ സ്വർഗത്തിലെ പിതാവിൻ്റെ കൂടെ പുത്രൻ എത്രയോ യുഗങ്ങൾ മൗനമായി കാത്തിരുന്നു. ബേത്ലഹേമിൽ ജനിച്ച യേശു 30 കൊല്ലം രഹസ്യമായ അനേക നാൾ വീട്ടിലും മലകളിലും പലയിടങ്ങളിലുമായി കാത്തിരുന്നു. ഇതെല്ലാം പിതാവിൻ്റെ കൂടെ ഇരുന്നുള്ള നീതി ആർജിക്കലാണ്. അങ്ങനെ 30 കൊല്ലക്കാലം നീതി അന്വേഷിച്ച് സ്വന്തമാക്കിയ പിതാവിൻ്റെ പ്രിയം പിടിച്ചു പറ്റിയ യോർദാൻ നദിയിൽ 30 കൊല്ലം തനിക്ക് വേണ്ടി കാത്തിരുന്നതിൽ മറിഞ്ഞിരുന്ന പുത്രനാണ് യോർദാൻ നദിയിൽ മനുഷ്യന് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തുകൊള്ളാമെന്നുള്ള വാക്ക് പുതുക്കാൻ വേണ്ടി വെള്ളത്തിൽ പൊങ്ങി കാണിച്ചു. ഞാൻ ഈ വെള്ളത്തിൽ പൊങ്ങുന്നതുപോലെ ഞാൻ പാതാളം വരെ മുങ്ങിപ്പോയി അവിടെ ചത്തുകിടക്കുന്ന പ്രാണക്കുട്ടികളെ പിടിച്ചെടുത്തുകൊണ്ട് പിതാവിന് സംഭാവന ചെയ്തിട്ട് അവർക്ക് ശക്തി നിറച്ചിട്ട് അവരെ യേശുവിനെ മാറിലാക്കി അവരെ മണവാട്ടിയാക്കിക്കൊള്ളാം എന്നുള്ള വാക്ക് പുതുക്കിയപ്പോഴാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള വാക്ക് കേട്ടത്. ഇതുപോലെ പിതാവിൻ്റെ പ്രിയം പിടിച്ചു പറ്റണമെങ്കിൽ പിതാവിനോട് ഒളിച്ചിരിക്കാൻ പഠിക്കണം. നമുക്കിന്ന് ദൈവരാജ്യം ബലാത്കാരം ചെയ്യാനൊക്കാത്തതിൻ്റെ കാര്യം നമ്മൾ സമയത്തിന് മുമ്പ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടവരാണ്. അതിന് ക്ഷമ ചോദിക്കണം. പിതാവിൻ്റെ കൂടെ ഒളിച്ചിരിക്കേണ്ട സമയത്ത് എവിടെയൊക്കെയോ പ്രത്യക്ഷപ്പെട്ടു. പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ട നമ്മൾ എവിടെയൊക്കെയോ നടന്നു. പിതാവിൻ്റെ കൂടെ ഇരുന്ന് പിതാവിൻ്റെ സ്നേഹം ആസ്വദിക്കേണ്ട സമയം നമ്മൾ വേറെ ആരുടെയൊക്കെയോ സ്നേഹം തപ്പിപ്പോയി. ഇതെല്ലാം അനീതികളാണ്. അതുകൊണ്ട് പുത്രന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ പിതാവിൻ്റെ അടുത്ത് പോയി പിതാവിനാൽ എടുക്കപ്പെട്ട് പുത്രന് കൊടുക്കപ്പെടണം. അപ്പോഴേ പുത്രൻ്റെ അടുത്തേക്ക് പോകാനൊക്കെയുള്ളൂ. ഈ ഉൾക്കാഴ്ച നമുക്കുണ്ടോ? നമ്മളെല്ലാവരും പിതാവിൻ്റെ സൃഷ്ടികളാണ്. പിതാവിൻ്റെ സൃഷ്ടികളായ ഞങ്ങൾ പിതാവെ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പം ഞങ്ങളെ ആരും കാണുന്ന അറിയുകയും വേണ്ട. പിതാവ് മറിഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കണം. പിതാവിന് തൃപ്തിയാവുമ്പോൾ പിതാവ് പറയും, നീ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയല്ല, നിനക്കൊരു കൂട്ട് തരാം. എനിക്കൊരു മോനേ ഉള്ളൂ, ആ ഇമ്മാനുവേലെ നിനക്ക് കൂട്ട് തരികയാണെന്ന് പറഞ്ഞ് ഇമ്മാനുവേലുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തി
ആ ഇമ്മാനുവേലിനെ നമുക്ക് തരിക. പിന്നെ ഇമ്മാനുവേലിൻ്റെ കൂടെയുള്ള ഇരിപ്പാണ്. ഇമ്മാനുവേലിൻ്റെ കൂടെ വചനം ധ്യാനിച്ചുകൊണ്ട് രാവും പോലും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം നദി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരത്തക്കവണ്ണം നമ്മുടെ ഹൃദയം വിശാലമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പൊട്ടക്കിണർ പോലെ ഇരിക്കുന്ന കുഞ്ഞ് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് സമുദ്രം പോലെ വലുതായി അവിടെ അത് വികസിച്ച് നിൽക്കുമ്പോഴാണ് അളവില്ലാതെ ഒഴുകി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദി പോലെയുള്ള സമാധാനം നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അങ്ങനെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ആസ്വദിക്കുന്ന ആ അനുഭവം ഒത്തിരി പോരാടിയാലേ നടക്കുകയുള്ളൂ. എവിടെയെല്ലാം പോരാടണം? പിതാവിനോട് ഇരിക്കാൻ പോരാടിയെങ്കിൽ പിതാവിനോട് അല്ലാതെ ഈ ലോകത്തിലെ പിശാച് നമ്മളെ പല കാര്യങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. പിതാവിനോട് ഇരിക്കേണ്ട സമയം ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകേണ്ട സമയം വേറെ കാര്യം ചെയ്യാൻ പറയും. പ്രാർത്ഥിക്കേണ്ട സമയം ഇപ്പം വേണ്ട, വേറെ വല്ലതും ചെയ്യാമെന്ന് പറയും. ഇങ്ങനെ പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയം നമ്മൾ വേറെ പല കാര്യങ്ങൾ ചെയ്ത കേസുകൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ദൈവരാജ്യം നമുക്ക് അവകാശമാക്കാനോ പിടിച്ചെടുക്കാനോ സാധിക്കുക. ഇന്ന് മുതലെങ്കിലും കുടിശ്ശിക തീർത്ത് ദൈവരാജ്യം പിടിച്ചെടുക്കുവാൻ പിതാവിന് തൃപ്തിയാകുന്നവരെ മാറിയിരിക്കണം എന്നായിരുന്നു. എനിക്കൊരു ചെറുപ്പക്കാരനെ പരിചയമുണ്ട്. 30ാമത്തെ വയസ്സിൽ മാത്യു സമ്പാദിനെ കാണാൻ ചെന്നപ്പോൾ മാത്യു സമ്പാദൻ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഒരു സുവിശേഷകനാണ്, നീ ദൈവവേല ചെയ്യാൻ വിളിക്കപ്പെട്ടയാളൊക്കെ ആയിരിക്കും, പക്ഷെ പിതാവിൻ്റെ കൂടെ ഇരുന്നത് പോരാ, എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്യുക. 5 കൊല്ലം മൗനമായി മാറി ഞാൻ ഇവിടെ തന്നെ സ്ഥലം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് 30ാം വയസ്സിൽ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് 30 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ ആ പിതാവ് പറഞ്ഞതനുസരിച്ച് മാറിയിരുന്നതിന് ശേഷം ആണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അനുഭവിക്കുന്ന അനുഭവം ധ്യാനമന്ദിരത്തിലൂടെ കാഴ്ചവെച്ചത്. ആ കാത്തിരുന്ന ആളപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, കുടിശ്ശിക തീർത്ത് പിതാവിൻ്റെ കൂടെ മറഞ്ഞിരുന്നതിന് ശേഷമേ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ ദൈവം അനുവാദം നൽകുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം പുത്രനെ ദൈവം നമുക്ക് തരും. പുത്രൻ ഇതിൻ്റെ കൂടെ കാത്തിരുന്ന് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അളവൊപ്പിച്ച പറ്റിയൊരു നുകം പണിതിട്ട് ഈ ജീവിത പങ്കാളിയായ ഇമ്മാനുവേലും നമ്മളും കൂടെ ഇടവും വലുവായിരുന്നതിന് ശേഷം പിതാവ് ആ നുകം എടുത്ത് രണ്ടുപേരുടെയും കഴുത്തിലോട്ട് വയ്ക്കും. നല്ല സുഖമായിരിക്കും ആ കഴുത്തിലെ ആ നുകം. കാരണം കഴുത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് അത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് വെച്ചാൽ നല്ല സുഖമാണ്, ഒരു വേദനയും തോന്നുകയില്ല. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ 35 വർഷക്കാലമായി 36 വർഷമായി ഈ പൗരോഹിത്യത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ നുകവും വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ടി വന്നു. അവിടെ എല്ലാം ഈ യേശുവിൻ്റെ നുകം ഏറ്റുകൊണ്ട് പോയതുകൊണ്ട് ഒന്നും കരുതേണ്ടി വന്നില്ല. 3 പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ട് വന്നു, മലേഷ്യയിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, അവിടെ കൊലാലംപൂരിൽ പോയിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഈ നുകത്തിൻ്റെ കീഴിലായിരുന്നുകൊണ്ട് ഒന്നും കരുതണ്ടായിരുന്നു, അങ്ങ് പോയാൽ മതി. കാരണം ഈ നുകത്തിൻ്റെ മറ്റേ അറ്റത്ത് ഇമ്മാനുവേൽ ചായനാണ്. ഇമ്മാനുവേൽ ചായന അനങ്ങുമ്പോൾ നമ്മൾ അനങ്ങിയാൽ മതി, അതുവരെ അവിടെ കൂടെ നിന്നേച്ചാൽ മതി, ഇരുന്നാൽ മതി. അങ്ങനെ പണി കഴിയുമ്പോൾ നുകം അഴിച്ചു മാറ്റിയിട്ട് ഇരുന്നോളാൻ പറയും, കിടന്നോളാൻ പറയും. പോകേണ്ട സമയം നുകം എടുക്കും. അപ്പം നുകം എടുത്ത് കഴിയുമ്പോൾ തന്നെ തലകുനിച്ചങ്ങോട്ട് കയറിയാൽ മതി. സുഖകരമായ മുഖം കഴുത്തേ വരും, പിന്നെ അങ്ങ് വയ്ക്കൊണ്ടാൽ മതി. അങ്ങനെ ആ രസകരമായി ഈ നുകവും വെച്ചുകൊണ്ട് 36 കൊല്ലം നടന്ന കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നും കരുതണ്ട, ഒന്നുമില്ലാതെയാണ് ഈ കാര്യമെല്ലാം നടക്കുന്നത്. ഒരു ശമ്പളമില്ല, പെൻഷനില്ല, ഒന്നുമില്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ചിലവുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോടും ചോദിക്കുന്നില്ല, ആരും ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ 30 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ പിതാവിനോട് മറഞ്ഞിരിക്കുവാനുള്ള ആ തീരുമാനം അത് കർത്താവിനെ സന്തോഷിപ്പിച്ചു. എല്ലാ പരിപാടിയും മാറ്റിവെച്ച് അപ്പച്ചൻ്റെ കൂടെ മറഞ്ഞിരുന്നപ്പോൾ പഠിച്ച പാഠങ്ങളാണ് ഇപ്പം നിങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഡയറി കുറിച്ചിട്ടിരിക്കുന്നു. അത് വായിക്കുമ്പോഴിന്നും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം, ഇതാണ് ദൈവരാജ്യം. അത് ബലാത്കാരം ചെയ്തെടുക്കണം. അത് നമ്മൾ നകറ്റിക്കളയാൻ പിശാചം എടുക്കാനാണ്. ഈ നമ്മൾ ദൈവരാജ്യത്തിൽ കയറുന്നതോ ദൈവരാജ്യത്തിൽ അനുഭവസ്ഥരായി യേശുവിൻ്റെ ജീവിത പങ്കാളിയാവുന്നതോ ഇവൻ ഒട്ടും ഇഷ്ടമല്ല. അവന് സ്വർഗത്തിലെ വേലക്കാരനായിരുന്നു, അവിടുത്തെ സുഖമെല്ലാം നല്ലവണ്ണം അറിയാം. ഈ മണവാട്ടി അങ്ങോട്ട് കയറി ചെന്നാൽ വേലക്കാരിയായിട്ടല്ല ചെല്ലുന്നത്, അവകാശിയായിട്ടാണ്, ജീവിത പങ്കാളിയായിട്ട് ചെല്ലുന്നത്. ഭയങ്കര അവകാശങ്ങളായിരിക്കും, ഭയങ്കര സ്ഥാനങ്ങളായി, ഭയങ്കര സുഖമായിരിക്കും എന്നൊക്കെ ഇവൻ അറിയാവുന്ന മഹാ കണ്ണിക്കടിയാണ് അവന്. ഇത് വല്ല മാർഗത്തിലും മുടക്കാനൊക്കുകയില്ല, പക്ഷേ താമസിപ്പിക്കാനൊക്കെ നമ്മളാണ് താമസിപ്പിക്കുന്നെങ്കിൽ അത് കർത്താവിനോട് ക്ഷമ ചോദിക്കണം. അങ്ങനെ ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം ഏറ്റുവാങ്ങാൻ വചനം മുഴുവനും ധ്യാനിക്കണം.
വചനം മുഴുവൻ ഇണചേർത്ത് ധ്യാനിക്കണം, അത് മുഴുവൻ ആരാധനയാക്കണം, അത് മുഴുവൻ കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന കർത്താവിൻ്റെ കൂടെ നുകം വെച്ച് കർത്താവ് പറയുന്നതെല്ലാം കൂടെ നടക്കണം. കർത്താവ് നുകം താഴെ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് കിടക്കാനൊക്കെ ഉള്ളൂ, ഇരിക്കാനൊക്കെ ഉള്ളൂ. അതുവരെയും അപ്പോൾ പിന്നെ കർത്താവ് കൂടെ അങ്ങ് ഇരിക്കുക, കൂടെ ഉറങ്ങുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോടത്ത് ജീവിത പങ്കാളിയായി പങ്കിടാൻ വേണ്ടിയാണ് പിതാവ് പുത്രനെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇന്നത്തെ ജീവിതമോ ഏതെങ്കിലും കാര്യം ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ, അമിതമായ ഭാരമായി തോന്നുന്നെങ്കിൽ അത് കർത്താവ് തന്ന നുഖമല്ലെന്നാണ് എൻ്റെ അർത്ഥം. ഈ നോമ്പ് കാലത്ത് ആ നുഖം താഴെ വെക്കാവോ? കുടുംബജീവിതം നയിച്ച് ഭാര്യ മടുത്തോ, ഭർത്താവ് മടുത്തോ, ജോലി ചെയ്ത് നിങ്ങൾ മടുത്തോ, പള്ളിയിൽ പോയി മടുത്തോ, ഏതെങ്കിലും തരത്തിൽ മടുത്ത അമിതമായ ഭാരമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം പിതാവ് തരാത്ത ഏതോ നുഖം പിശാച് ചിലപ്പം വെച്ച് കാണും. അത് മാറ്റണം. ഈ നോമ്പ് അതിനുവേണ്ടിയാണ്. ഉപവാസം പ്രാർത്ഥനയില്ലാതെ ജാതി മാറുകയില്ല. നമ്മളുടെ ഈ ദൈവരാജ്യത്തിന് അന്യമാക്കാൻ വേണ്ടി അവൻ തന്നെ നമ്മൾ ഗർഭം മുതൽ ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെയും ഒരു നുഖം നമ്മുടെ കഴുത്തേ വെച്ച് അവനും കൂടെ നമ്മൾ കൂടെ നടക്കുക. അങ്ങനെ നമ്മളെ കൊണ്ട് അരുതാത്തത് മോഹിപ്പിച്ച് ഏൽപ്പിച്ച് സ്വയത്തിൽ ആശ്രയിപ്പിച്ച് പാതാളത്തിലേക്ക് പ്രാണൻ പോയിക്കൊണ്ടിരിക്കുന്നു, മരണം നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. ആ പ്രശ്നത്തിന് പരിഹാരം വരുവാൻ സഭയാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകാലത്തല്ല ഉച്ചവരെയോ 3 മണി ഉപവാസം എടുത്ത് പിശാച് ഗർഭം മുതൽ ബാല്യം മുതൽ യൗവനം മുതൽ എൻ്റെ കഴുത്തേ വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ നുഖം, അശുദ്ധിയുടെയും ശാപത്തിൻ്റെയും നുഖം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ പിതാവ് വന്ന് അതെടുത്ത് മാറ്റും. അതിനുശേഷം നമ്മളെ വളർത്തതിന് ശേഷം നല്ല നുഖം വെക്കാൻ സമയമാകുന്നത് വരെ കർത്താവ് നമ്മളെ സ്വതന്ത്രമായി വളർത്തിയതിന് ശേഷം സമയമാകുമ്പോൾ നമ്മുടെ കഴുത്തിൽ കർത്താവ് ഒരു നുഖം വയ്ക്കും. ആ നുഖം രുചികരമാണ്, രസകരമാണ്. അത് മൃദുവായ നുഖമായിരിക്കും, ലഘുവായ ചുമടുമായിരിക്കും. ആർക്കെങ്കിലും ഭാരം കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ അതുതന്നെയാണ് ദൈവം തരാത്ത നുഖം ഇപ്പോൾ കഴുത്തിലിരിക്കുന്നതിന് ലക്ഷണം. അപ്പോൾ ഏതെങ്കിലും പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ജീവിക്കുന്നതോ ജീവിത സന്ധാരണം നടത്തുന്നത് ഏതെങ്കിലും അമിതമായി ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ദൈവം തരാത്ത ഒരു നുഖം നമ്മുടെ കഴുത്തേലുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അതിനോട് യാത്ര കുറവാൻ ഈ നോമ്പിൻ്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. 5 ദിവസമായി നോമ്പ്, ഇനി 10-20 ദിവസം കൂടിയുണ്ട്. ആ ദിവസങ്ങളിലെ നോമ്പ് ഉച്ചവരെയോ 3 വരെയോ 6 വരെയോ ഉള്ളതായ നമ്മുടെ ഉപവാസങ്ങൾ ഈ നുഖം നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് കർത്താവ് വെക്കുന്ന നുഖവുമായി പോയിട്ട് മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ധനവും മാനവും ജീവനും എല്ലാം നമ്മളെ തേടി വരുന്ന അനുഭവത്തിൽ സന്തുഷ്ടമായി സംതൃപ്തമായി ഈ ലോകത്തിലെ വേല വെച്ചിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് പറന്നു പോകുവാൻ, ചിറകുകൾ വളർത്തിയെടുക്കുവാനും പറക്ക പഠിക്കുവാനുമാണ് നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കരുതിയിരിക്കുന്നതാണ് കഴിയൻ്റെ കൂട്ടിലെ എല്ലാ മുള്ളുകളും. സമയമാകുമ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നത് മാത്രം. അപ്പോൾ അമ്മായിയമ്മ പോരും, നാത്തും പോരും, നാട്ടുപോലെ, വീട്ടുപോലെ, അയലോക്കം പോലെ ഇതെല്ലാം കൃത്യസമയത്ത് പൊങ്ങി വരുന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് പറപ്പിക്കാനാണ്. ആരോടും പരിഭവിക്കേണ്ട, പരാതിപ്പെടേണ്ട, സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി ആരാധിക്കാമെങ്കിൽ നമുക്ക് പറക്കാൻ പഠിച്ചാൽ പിന്നെ മുള്ളു കൊള്ളാത്ത അവസ്ഥയിൽ ഉയരത്തിലേക്ക് പോയി ദൈവത്തിനിൽ ആശ്വസിച്ച് നമ്മൾ ഓരോ ദിവസത്തെ പാടിന സ്വർഗത്തിൽ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് മുള്ളുകളായും കുത്തുവാനും ദൈവം കരുതിയിരിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞാൽ നമുക്ക് വളരെ വേഗം ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ആ അനുഭവം സ്വന്തമാക്കുവാനുള്ള ആ പോരാട്ടത്തിൽ ജയിക്കാം. ഇത് നന്മയാ തിന്മയെ ജയിക്കുന്ന പോരാട്ടമാണ്. പോരാട്ടത്തിൽ ജയിച്ചവനായ യേശു സർവായുധവർഗം ധരിപ്പിച്ച് ഈ പോരാട്ടത്തിൽ നമ്മളെ ജീവിപ്പിക്കും എന്നുള്ള പ്രത്യാശയോടെ കർത്താവായ യേശു ക്രിസ്തു അതിന് ജയം നിർദ്ദേശിക്കുന്ന സ്വതന്ത്രം പാടുവാൻ നമുക്ക് ഒരിക്കൽ കൂടി തീരുമാനമെടുക്കാം. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നോമ്പിൻ്റെ 5-ാം ദിവസത്തിൽ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുവാനുള്ള ആ വലിയ അവസരം യോഹന്നാൻ്റെ കാലം മുതൽ അവിടെ നിന്ന് തുറന്നിട്ടിരിക്കുന്നെങ്കിലും 21 നൂറ്റാണ്ടായെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെയും ദൈവരാജ്യത്തിൽ ഞങ്ങൾ അകന്നു നിൽക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ആ വാതുക്കലാണ് ഞങ്ങളെങ്കിലും, ആ ദൈവരാജ്യം ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിലും ആ ദൈവരാജ്യത്തിന് നീതിയോ സമാധാനമോ പരിശുദ്ധാത്മ സന്തോഷമോ ആർജിച്ചെടുക്കാനുള്ള പോരാട്ടം, അതിനുള്ളതായ സർവായുധവർക്കും അതിനുള്ളതായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും രഹസ്യങ്ങൾ പഠിച്ചുകൊണ്ട് ഞങ്ങൾ കൂട്ടായ്മയിലും ആരാധനയിലൂടെ പോരാടിയെടുത്ത് അത് അനേകരുമായി പങ്കിട്ട് ഞങ്ങൾ ജന്മസാവല്യം അടയുവാൻ മനുഷ്യർക്കുള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി വേല ചെയ്ത് താഴ്മയ്ക്കും യഹോവത്തേക്കുള്ള പ്രതിഫലമായ ധനവും മാനവും ജീവനും ഞങ്ങളെ തേടി വന്ന് അത് അനേകരുമായി പങ്കിട്ട് ജന്മസാവല്യം അടയുവാൻ കർത്താവ് എപ്പോൾ വന്നാലും കഴിവിനെ പോലെ പറന്നുയർന്ന് കർത്താവിൻ്റെ സന്നിധിയിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേൽക്കാനായിട്ട് തന്നെ.